തീർച്ചയായിട്ടും ദേശീയ തലത്തിൽ പാർട്ടി പുനഃസംഘടിപ്പിച്ചതിന് ശേഷം ആദ്യത്തെ ദേശീയ നേതൃയോഗമാണ്. പ്രധാനമായും ദേശീയ രാഷ്ട്രീയത്തിലെ വിഷയങ്ങളും അതുപോലെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളും എല്ലാം അടിസ്ഥാനമാക്കിയുള്ള ചർച്ചകളായിരിക്കും നടക്കുക എന്നാണ് എൻ്റെ ഒരു തോന്നൽ. മറ്റൊന്ന്, കേരളത്തിലെ സാഹചര്യങ്ങൾ കഴിഞ്ഞ 3 മാസമായി അധികാരത്തിലിരിക്കുന്ന വി.ഡി. സതീശൻ സർക്കാർ പൂർണ്ണമായിട്ടും LDFന്റെ അതേ നയങ്ങൾ തന്നെ തുടരുന്ന ഒരു സർക്കാരായി മാറിയിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളിലും LDFനും UDFനും സമാനമായ നിലപാടാണ്. ഇപ്പോൾ തന്നെ ഏറ്റവും വിവാദമായിട്ടുള്ള മുൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും കുറ്റാരോപിതരായിട്ടുള്ള SFIO ED അന്വേഷണത്തിൽ ദുരൂഹമായ മൗനമാണ് ശ്രീ വി.ഡി. സതീശൻ അവലംബിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം SFIO അന്വേഷണം ശക്തമായി നടക്കുന്നില്ല. എന്തുകൊണ്ടാണ് ശ്രീ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തത്? അത് BJPയും CPMും തമ്മിലുള്ള ഒരു ഡീലിന്റെ ഭാഗമായിട്ടാണ്. അത്തരത്തിലുള്ള ബാലിശമായ ആരോപണങ്ങൾ ഉന്നയിച്ച അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ED അന്വേഷണം ശക്തമായി മുന്നോട്ട് പോവുകയും നിരവധി ഗുരുതരമായ തെളിവുകളും കണ്ടെത്തലുകളും പുറത്തുവരികയും ചെയ്യുമ്പോഴും ശ്രീ വി.ഡി. സതീശൻ പറയുന്നത് ഞാൻ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 5 വർഷം ശ്രീ പിണറായി വിജയനെതിരായി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും അദ്ദേഹം ഉൾപ്പെട്ട കേസ് എന്തുകൊണ്ട് ശക്തമായി മുന്നോട്ട് പോകുന്നില്ല എന്ന് ചോദിച്ച വി.ഡി. സതീശൻ മുഖ്യമന്ത്രി പദത്തിലെത്തിയപ്പോൾ ആ വിഷയത്തിൽ കുറ്റകരമായ ദുരൂഹമായിട്ടുള്ള മൗനം അവലംബിക്കുകയാണ്. അതിനുള്ള കാരണം ഈ കേസ് ശരിയായ നിലയിൽ മുമ്പോട്ട് പോയാൽ പിണറായി വിജയനും കുടുംബാംഗങ്ങളും മാത്രമല്ല UDFലെ പല പ്രമുഖരായിട്ടുള്ള നേതാക്കൾക്കും ഇതിന്റെ ഭാഗമായിട്ട് അന്വേഷണത്തെ നേരിടേണ്ടി വരും. അങ്ങനെയുള്ള ഒരു ഭയാശങ്കയാണ് തീർച്ചയായിട്ടും വി.ഡി. സതീശനെ ഇങ്ങനെ ഒരു മൗനം അവലംബിക്കാൻ പ്രേരിപ്പിക്കുന്നതെന്നാണ് BJPയുടെ നിലപാട്. LDFും UDFും ചേർന്ന് നടത്തിയ ഒരു കുംഭകോണമാണ് യഥാർത്ഥത്തിൽ കരിമണൽ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്നത്. 100 കണക്കിന് കോടി രൂപയാണ് കരിമണൽ കർത്ത UDFന്റെയും LDFന്റെയും നേതാക്കൾക്ക് കോഴയായി നൽകിയിരിക്കുന്നത്, മാസപ്പടിയായി നൽകിയിരിക്കുന്നത്. പിണറായി വിജയനും മുഹമ്മദ് റിയാസും വീണ വിജയനും മാത്രമല്ല UDF മന്ത്രിസഭയിലെ അംഗങ്ങൾ പോലും തുടർച്ചയായി കരിമണൽ കമ്പനിയിൽ നിന്ന് കോഴ വാങ്ങിയിരുന്നു എന്നുള്ളതാണ് സത്യം. ആ സത്യം പുറത്തു വരുമെന്നുള്ള ഭയാശങ്കയാണ് ശ്രീ വി.ഡി. സതീശനെ വേട്ടയാടുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ 5 കൊല്ലം വളരെ ശക്തമായി ഇക്കാര്യത്തിൽ നിലപാടെടുത്ത വി.ഡി. സതീശൻ നിയമസഭയ്ക്ക് അകത്തും പുറത്തും ആരോപണങ്ങൾ ഉന്നയിച്ച വി.ഡി. സതീശൻ ഇപ്പോൾ മൗനം അവലംബിക്കാൻ കാരണം. ഞങ്ങൾ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന LDF UDF അന്തർധാര എല്ലാ കേസുകളിലും കേരളത്തിൽ സജീവമാണ്. ഇതുവരെ നടന്ന എല്ലാ അഴിമതി കേസുകളിലും തുല്യ പങ്കാളിത്തമാണ് LDFനും UDFനും ഉള്ളത്. ഇതിലെ ഈ പറഞ്ഞത് ആരോപണമാണ്. ഇതിനൊപ്പം തന്നെ അങ്ങ് സ്ഥിരമായി മാധ്യമങ്ങളെ കാണുന്നതാണ് ഈ BJPയുടെ ഈ ഫണ്ട് തിരിമറിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളോട് എന്താണ് അങ്ങയുടെ പ്രതികരണം? അതെല്ലാം പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ വളരെ വിശദമായിട്ട് മാധ്യമങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അതിനെ സംബന്ധിച്ച് ആധികാരികമായിട്ട് പറയാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന് മാത്രമാണ്, അല്ലെങ്കിൽ അദ്ദേഹം നിശ്ചയിക്കുന്ന ആൾക്കാർക്കാണ്. ഇത് സംബന്ധിച്ച് പാർട്ടി അധ്യക്ഷൻ പറഞ്ഞതിൽ കൂടുതലൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇത് സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ഉത്തരവാദിത്തത്തോടെ ആധികാരികമായി പാർട്ടിയുടെ അധ്യക്ഷൻ ബഹുമാന്യനായ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി തിരുവനന്തപുരത്തും ദില്ലിയിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങ് മഞ്ചേശ്വരത്ത് മത്സരിച്ച ആളാണ്, BJPയുടെ സ്ഥാനാർത്ഥിയായി. അപ്പോഴേ ഈ 4.5 കോടി ഒരു സ്ഥാനാർത്ഥിക്ക് കിട്ടിയെന്ന് പറയുന്നതിൽ അത് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ആരാണ് അങ്ങനെ പറഞ്ഞത്? അങ്ങനെ ആരാണ് പറഞ്ഞത്? PC ജോർജ് അത് നിഷേധിച്ചല്ല. അത് ഈ വിഷയങ്ങളെല്ലാം പാർട്ടി അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട്. എന്നോട് എന്തിനാണ് ചോദിക്കുന്നത്? എനിക്ക് അങ്ങനെ ഒരു അറിവില്ല. ഇല്ല, അറിവില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പറയാൻ സാധിക്കുന്നത് പാർട്ടി അധ്യക്ഷനാണ്. അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. MP ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ED സെലക്റ്റീവായിട്ടാണ് കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. BJPയിലെ ഹവാല ഇടപാടുകളെ സംബന്ധിച്ച് BJPയുടെ പണം ഇതുപോലെ ഹവാല രീതിയിലൊക്കെ കിട്ടിയെന്ന് പറയപ്പെടുന്നതിനെ കുറിച്ച് അന്വേഷിച്ചിട്ടില്ല എന്ന് പറയുന്നത്. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ഒരു പരാതി, ഒരു കേസ് അവിടെ ഉണ്ടോ?
ഈ MP ഗോവിന്ദ മാസ്റ്റർക്ക് സമനില തെറ്റിയിരിക്കുകയാണ്. പാർട്ടി അറബിക്കടലിലേക്ക് പോവുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു സെക്രട്ടറി എന്നുള്ള നിലയിൽ അദ്ദേഹം പിച്ചും പേയും പറയുകയാണ്. ഈ കേസ് ആരും രാഷ്ട്രീയ പ്രേരിതമായി ഉണ്ടാക്കിയ കേസല്ല. SFIO കേസ് ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണത്തിൽ അവർക്ക് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. അതിനുശേഷം കരിമണൽ കമ്പനിയും പിണറായി വിജയന്റെ മകളും അടക്കം എല്ലാവരും ആദായ നികുതി വകുപ്പിനും അതുപോലെ അപ്പീൽ കമ്മിറ്റിക്കും എല്ലാം കൊടുത്ത മൊഴികളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് ഈ കേസ് ഉയർന്നു വന്നിട്ടുള്ളത്. ഇതൊരു പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് കേസല്ല, ആരും പരാതി കൊടുത്തതല്ല, സ്വമേധയാ ഉണ്ടായ കേസാണ്. ആ കേസിൽ പണം എങ്ങോട്ട് പോയി, ഇപ്പോൾ വന്നിരിക്കുന്ന എന്തൊക്കെയാണ് തെളിവുകൾ? ഹവാല ഇടപാട് നടന്നിരിക്കുന്നു, മണി ലോണ്ടറിംഗ് ആണ് പ്രധാനമായിട്ട് നടന്നിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് ഗൾഫിലേക്ക് പണം അയച്ചിരിക്കുന്നു, ഗൾഫിൽ പല ബാങ്ക് അക്കൗണ്ടുകളിലും പണം നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു. എങ്ങനെയാണ് ഒരു തൊഴിലാളി വർഗ പാർട്ടിക്ക് ഇങ്ങനെ സാധിക്കുന്നത്? CPM പോളിറ്റ് ബ്യൂറോ മെമ്പറുടെ മകളും കുടുംബാംഗങ്ങളും എല്ലാം ഇത്ര കോടിക്കണക്കിന് രൂപ എങ്ങനെ സമ്പാദിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ആ കേസിലാണ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി മൗനം അവലംബിക്കുന്നത്. നിങ്ങൾ അത് ചൂണ്ടിക്കാണിക്കുന്നേ ഇല്ല.